പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. മലാക്കി പ്രവചനത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: പ്രവാചകം എന്ന് പറഞ്ഞു തുടങ്ങുന്ന പുസ്തകം ഏത്? ഉത്തരം മലാക്കി. മലാക്കി 1:1. ക്വസ്റ്റ്യൻ: മലാക്കി മുഖാന്തരം യഹോവ ആർക്കാണ് അരുളപ്പാട് കൊടുത്തത്? ഉത്തരം ഇസ്രായേലിന്. 1:1. ക്വസ്റ്റ്യൻ: ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യഹോവ ഇസ്രായേലിനോട് ആര് മുഖാന്തരമാണ് അരുളി ചെയ്തത്? ഉത്തരം മലാക്കി മുഖാന്തരം. 1:1-2 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ഏശാവ് ആരുടെ സഹോദരനാണ്? ഉത്തരം യാക്കോബിൻ്റെ. 1:2. ക്വസ്റ്റ്യൻ: ഇസ്ഹാക്കിൻ്റെ മക്കളിൽ യഹോവ ആരെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത്? ഉത്തരം യാക്കോബിനെ. 1:1-2. ക്വസ്റ്റ്യൻ: ഏശാവ് യാക്കോബിൻ്റെ സഹോദരനല്ലയോ? എങ്കിലും ഞാൻ യാക്കോബിനെ സ്നേഹിക്കുന്നു. യഹോവയുടെ ഈ അരുളപ്പാട് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെ? ഉത്തരം മലാക്കി 1-2 വാക്യം. ക്വസ്റ്റ്യൻ: ഏശാവിൻ്റെ അവകാശത്തെ ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? ഉത്തരം കുറുനരികൾക്ക്. 1:3. ക്വസ്റ്റ്യൻ: ആരുടെ പർവ്വതങ്ങളെയാണ് ദൈവം ശൂന്യമാക്കിയത്? ഉത്തരം ഏശാവിൻ്റെ. 1:3. ക്വസ്റ്റ്യൻ: ഞങ്ങൾ ഇടിഞ്ഞിരിക്കുന്നു, എങ്കിലും ഞങ്ങൾ ശൂന്യസ്ഥലങ്ങളെ വീണ്ടും പണിയും എന്ന് പറയുന്നത് ആര്? ഉത്തരം ഏദോം. 1:4. ക്വസ്റ്റ്യൻ: ദുഷ്ടപ്രദേശമെന്നും യഹോവ സദാകാലം ക്രുദ്ധിക്കുന്ന ജാതി എന്നും പേർ പറയുന്നത് ആരെ? ഉത്തരം ഏദോമിനെ. 1:4. ക്വസ്റ്റ്യൻ: ഇസ്രായേലിൻ്റെ അതിരിന് അപ്പുറത്തോളം വലിയവൻ എന്ന് പറയുന്നത് ആരെയാണ്? ഉത്തരം യഹോവയെ. 1:5. ക്വസ്റ്റ്യൻ: മകനും ദാസനും ആരെയൊക്കെയാണ് ബഹുമാനിക്കേണ്ടത്? ഉത്തരം മകൻ അപ്പനെയും ദാസൻ യജമാനനെയും. 1:6. ക്വസ്റ്റ്യൻ: യഹോവയുടെ നാമത്തെ തുച്ഛീകരിക്കുന്നത് ആര്? ഉത്തരം പുരോഹിതന്മാർ. 1:6. ക്വസ്റ്റ്യൻ: ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് യഹോവ ആരോടാണ് ചോദിക്കുന്നത്? ഉത്തരം യഹോവയുടെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരോട്. 1:6. ക്വസ്റ്റ്യൻ: ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ എന്ന് പ്രവചിച്ചത് ഏത് പ്രവാചകൻ? ഉത്തരം മലാക്കി. മലാക്കി 1:6. ക്വസ്റ്റ്യൻ: ഏതിനാലാണ് പുരോഹിതന്മാർ യഹോവയുടെ നാമത്തെ തുച്ഛീകരിക്കുന്നത്? ഉത്തരം യാഗപീഠത്തിന്മേൽ മലിനഭോജനം അർപ്പിക്കുന്നതിനാൽ. 1:6. ക്വസ്റ്റ്യൻ: ഏതിനാലാണ് പുരോഹിതന്മാർ യഹോവയുടെ നാമത്തെ മലിനമാക്കുന്നത്? ഉത്തരം യഹോവയുടെ മേശ നിന്ദ്യം എന്ന് പറയുന്നതിനാൽ. 1:6. ക്വസ്റ്റ്യൻ: അതിനെ നിന്റെ ദേശാധിപതിക്ക് കാഴ്ചവെക്കുക, അവൻ പ്രസാദിക്കുമോ? നിന്നോട് കൃപ തോന്നുമോ? ആര് ആരോട് എന്തിനെക്കുറിച്ച് പറയുന്നതാണിത്? ഉത്തരം യഹോവ പുരോഹിതന്മാരോട് കണ്ണുപൊട്ടിയതിനെയും മുടന്തും ദീനവുമുള്ളതിനെയും യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ കൊണ്ടുവരുന്നതിനെക്കുറിച്ച്. 1:8. ക്വസ്റ്റ്യൻ: ദൈവം നമ്മോട് കരുണ കാണിപ്പാൻ നാം എന്തു ചെയ്യണം? ഉത്തരം ദൈവത്തെ പ്രസാദിപ്പിക്കണം. 1:9. ക്വസ്റ്റ്യൻ: ദൈവം നമ്മോട് കൃപ കാണിപ്പാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചു കൊള്ളുവിൻ എന്ന് ആഹ്വാനം ചെയ്ത പ്രവാചകൻ ആര്? ഉത്തരം മലാക്കി. 1:9. ക്വസ്റ്റ്യൻ: സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമാനം വരെ
യഹോവയുടെ നാമം ആരുടെ ഇടയിൽ വലുതാകുന്നു? ഉത്തരം ജാതികളുടെ ഇടയിൽ. 1:11. ക്വസ്റ്റ്യൻ, എല്ലായിടത്തും യഹോവയുടെ നാമത്തിന് അർപ്പിച്ചു വരുന്നതെന്ത്? ഉത്തരം ധൂപവും നിർമ്മലമായ വഴിപാടും. 1:11. ക്വസ്റ്റ്യൻ, അതിനെ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് അംഗീകരിക്കുമോ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഏതിനെ? ഉത്തരം കടിച്ചു കീറിപ്പോയതിനെയും മുടന്തും ദീനവുമുള്ളതിനെയും. 1:13. ക്വസ്റ്റ്യൻ, തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ഒരു ആൺ ഉണ്ടായിരിക്കെ കർത്താവിന് നേർന്നിട്ട് ഊനമുള്ള ഒരു തള്ളയെ യാഗം കഴിക്കുന്ന വഞ്ചകന് ലഭിക്കുന്ന ശിക്ഷ എന്ത്? ഉത്തരം ശപിക്കപ്പെട്ടവനാകും. 1:14. ക്വസ്റ്റ്യൻ, ഞാൻ മഹാരാജാവല്ലോ, എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ഭയങ്കരമായിരിക്കുന്നു എന്ന് അരുളി ചെയ്തതാരെ? ഉത്തരം സൈന്യങ്ങളുടെ യഹോവ. 1:14. ക്വസ്റ്റ്യൻ, ഉത്സവങ്ങളിലെ ചാണകം ആരുടെ മുഖത്താണ് യഹോവ വിതറുന്നത്? ഉത്തരം പുരോഹിതന്മാരുടെ. 2:3. ക്വസ്റ്റ്യൻ, ലേവിയോടുള്ള ദൈവത്തിൻ്റെ നിയമം എന്തായിരുന്നു? ഉത്തരം ജീവനും സമാധാനവും. 2:5. ക്വസ്റ്റ്യൻ, യഹോവ ലേവിക്ക് നിയമം കൊടുത്തത് എന്തിനു വേണ്ടി? ഉത്തരം ഭയപ്പെടേണ്ടതിന്. 2:5. ക്വസ്റ്റ്യൻ, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ നാമനിമിത്തം വിറച്ചതാര്? ഉത്തരം ലേവി. 2:5. ക്വസ്റ്റ്യൻ, നേരുള്ള ഉപദേശം ആരുടെ വായിലാണ് ഉണ്ടായിരുന്നത്? ഉത്തരം ലേവിയുടെ. 2:6. ക്വസ്റ്റ്യൻ, നേരുള്ള ഉപദേശം അവൻ്റെ വായിൽ ഉണ്ടായിരുന്നു, നീതികേട് അവൻ്റെ അധരങ്ങളിൽ കണ്ടതുമില്ല. ആരുടെ? ഉത്തരം ലേവിയുടെ. 2:6. ക്വസ്റ്റ്യൻ, സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം പുരോഹിതൻ. 2:7. ക്വസ്റ്റ്യൻ, പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതൻ എന്ന് പറഞ്ഞ പ്രവാചകൻ ആര്? ഉത്തരം മലാഖി. 2:7. ക്വസ്റ്റ്യൻ, അധരങ്ങളിൽ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടത് ആര്? ഉത്തരം പുരോഹിതൻ. 2:7. ക്വസ്റ്റ്യൻ, പുരോഹിതനോട് ചോദിച്ചു പഠിക്കേണ്ടത് എന്ത്? ഉത്തരം ഉപദേശം. 2:7. ക്വസ്റ്റ്യൻ, നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്, ഒരു ദൈവം തന്നെയല്ലോ നമ്മെ സൃഷ്ടിച്ചത്. ഏത് പ്രവാചകനാണ് ഇത് പറഞ്ഞത്? ഉത്തരം മലാഖി. 2:10. ക്വസ്റ്റ്യൻ, യഹൂദ ദ്രോഹം ചെയ്തു എന്ന് ഏത് പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം മലാഖി. 2:11. ക്വസ്റ്റ്യൻ, എവിടെയെല്ലാമാണ് മ്ലേച്ഛത സംഭവിച്ചിരിക്കുന്നത്? ഉത്തരം ഇസ്രായേലിലും യെരുശലേമിലും. 2:11. ക്വസ്റ്റ്യൻ, ആരാണ് വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കി ഒരു അന്യദേവൻ്റെ മകളെ വിവാഹം കഴിച്ചത്? ഉത്തരം യഹൂദ. 2:11. ക്വസ്റ്റ്യൻ, ചോദിക്കുന്നവനെയും ഉത്തരം പറയുന്നവനെയും സൈന്യങ്ങളുടെ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കുന്നവനെയും ആരുടെ കൂടാരങ്ങളിൽ നിന്നാണ് യഹോവ ഛേദിച്ചു കളയുന്നത്? ഉത്തരം യാക്കോബിൻ്റെ. 2:12. ക്വസ്റ്റ്യൻ, തൻ്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത് എന്ന് പറഞ്ഞ പ്രവാചകൻ ആര്? ഉത്തരം മലാഖി. 2:15.
ക്വസ്റ്റ്യൻ, ഭാര്യയ്ക്ക് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പര്യായ പദങ്ങൾ ഏതൊക്കെ? ഉത്തരം കൂട്ടാളി, ധർമ്മപത്നി. 2:14. ക്വസ്റ്റ്യൻ, ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു. വാക്യം ഏത്? ഉത്തരം മലാക്കി 2:16. ക്വസ്റ്റ്യൻ, എന്ത് ചെയ്യുന്നവനാണ് തൻ്റെ വസ്ത്രം സാഹസം കൊണ്ട് മൂടുന്നത്? ഉത്തരം ഉപേക്ഷണം. 2:16. ക്വസ്റ്റ്യൻ, നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മുഷിപ്പിക്കുന്നു എന്ന് പറഞ്ഞതാര്? ഉത്തരം മലാക്കി 2:17. ക്വസ്റ്റ്യൻ, വാക്കുകളാൽ യഹോവയെ മുഷിപ്പിച്ചതാര്? ഉത്തരം ഇസ്രായേൽ മക്കൾ. 2:17. ക്വസ്റ്റ്യൻ, എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? ഉത്തരം മലാക്കി 3:1. ക്വസ്റ്റ്യൻ, നാം അന്വേഷിക്കുന്ന കർത്താവും ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ വരുന്നത് എവിടെയാണ്? ഉത്തരം മന്ദിരത്തിലേക്ക്. 3:1. ക്വസ്റ്റ്യൻ, ഊതിക്കഴിക്കുന്നവൻ്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും ആയിരിക്കുന്നവനാര്? ഉത്തരം കർത്താവും നിയമദൂതനുമായവൻ. 3:2. ക്വസ്റ്റ്യൻ, ആരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും? ഉത്തരം ലേവി പുത്രന്മാരെ. 3:3. ക്വസ്റ്റ്യൻ, ലേവി പുത്രന്മാരെ പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കുന്നത് ആരാണ്? ഉത്തരം കർത്താവും നിയമദൂതനുമായവൻ. 3:3. ക്വസ്റ്റ്യൻ, നീതിയിൽ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കുന്നതാര്? ഉത്തരം ലേവി പുത്രന്മാർ. 3:3. ക്വസ്റ്റ്യൻ, ആരുടെയൊക്കെ വഴിപാടാണ് പുരാതന കാലത്തെന്ന പോലെയും പണ്ടത്തെ ആണ്ടുകളിലെന്ന പോലെയും യഹോവയ്ക്ക് പ്രസാദകരമായിരിക്കുന്നത്? ഉത്തരം യഹൂദയുടെയും യെരുശലേമിൻ്റെയും. 3:4. ക്വസ്റ്റ്യൻ, പരദേശിയുടെ ന്യായം മറിച്ചുകളയുന്നവർക്ക് വിരോധമായി ഒരു ശീഘ്രസാക്ഷിയായിരിക്കുന്നത് ആര്? ഉത്തരം യഹോവ. 3:5. ക്വസ്റ്റ്യൻ, യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. വാക്യം ഏത്? ഉത്തരം മലാക്കി 3:6. ക്വസ്റ്റ്യൻ, എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും മടങ്ങി വരും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. വാക്യം ഏത്? ഉത്തരം മലാക്കി 3:7. ക്വസ്റ്റ്യൻ, മനുഷ്യൻ ദൈവത്തെ തോൽപ്പിക്കുന്നു എന്ന് മലാക്കി പറയുന്നത് ഏതൊക്കെ കാര്യങ്ങളിലാണ്? ഉത്തരം ദശാംശത്തിലും വഴിപാടിലും. 3:8-9. ക്വസ്റ്റ്യൻ, ഈ ജാതി മുഴുവനും ദൈവത്തെ തോൽപ്പിക്കുന്നത് കൊണ്ട് അവർ എന്താകുന്നു? ഉത്തരം ശാപഗ്രസ്തരാകുന്നു. 3:9. ക്വസ്റ്റ്യൻ, യഹോവയുടെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് ദശാംശം മുഴുവനും എവിടേക്ക് കൊണ്ടുവരണം? ഉത്തരം ഭണ്ഡാരത്തിലേക്ക്. 3:10. ക്വസ്റ്റ്യൻ, സ്ഥലം പോരാതെ വരുവോളം അനുഗ്രഹം ദൈവം പകരുന്നത് എവിടെ നിന്നാണ്? ഉത്തരം ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന്. 3:10. ക്വസ്റ്റ്യൻ, ഏത് കാര്യത്തിലാണ് യഹോവയെ പരീക്ഷിപ്പിൻ എന്ന് അരുളി ചെയ്തിരിക്കുന്നത്? ഉത്തരം ദശാംശത്തിൽ. 3:10.
ക്വസ്റ്റ്യൻ, ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നമ്മുടെ മേൽ അനുഗ്രഹം പകരുന്നവൻ ആരാണ്? ഉത്തരം, സൈന്യങ്ങളുടെ യഹോവ. 3:10. ക്വസ്റ്റ്യൻ, നിലത്തിലെ അനുഭവം നശിപ്പിച്ച് കളയാതിരിക്കുവാൻ വേണ്ടി യഹോവ എന്തിനെയാണ് ശാസിക്കുന്നത്? ഉത്തരം, വെട്ടുക്കിളിയെ. 3:11. ക്വസ്റ്റ്യൻ, പറമ്പിലെ എന്താണ് മൂക്കാതെ കൊഴിഞ്ഞു പോകുകയുമില്ല എന്ന് യഹോവ അരുളി ചെയ്തത്? ഉത്തരം, മുന്തിരിവള്ളിയുടെ ഫലം. 3:11. ക്വസ്റ്റ്യൻ, ആര് തമ്മിൽ സംസാരിച്ചതാണ് യഹോവ ശ്രദ്ധ വെച്ച് കേട്ടത്? ഉത്തരം, യഹോവ ഭക്തന്മാർ. 3:16. ക്വസ്റ്റ്യൻ, യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ചു കേട്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെ? ഉത്തരം, മലാഖി 3:16. ക്വസ്റ്റ്യൻ, യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി തൻ്റെ സന്നിധിയിലുള്ള പുസ്തകം ഏത്? ഉത്തരം, സ്മരണ പുസ്തകം. 3:16. ക്വസ്റ്റ്യൻ, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും എന്ന് പ്രവചിച്ച പ്രവാചകൻ? ഉത്തരം, മലാഖി 4:1. ക്വസ്റ്റ്യൻ, ചൂള പോലെ കത്തുന്ന ദിവസത്തിൽ താളടിയാകുന്നത് ആര്? ഉത്തരം, അഹങ്കാരികൾ, സകല ദുഷ്പ്രവൃത്തിക്കാർ. 4:1. ക്വസ്റ്റ്യൻ, അഹങ്കാരികൾ താളടിയാകുന്നത് എപ്പോൾ? ഉത്തരം, ചൂള പോലെ കത്തുന്ന ഒരു ദിവസത്തിൽ. 4:1. ക്വസ്റ്റ്യൻ, ആർക്ക് വേണ്ടിയാണ് ദൈവം രോഗോപശാന്തിയോടുകൂടി ഉദിക്കുന്നത്? ഉത്തരം, യഹോവയുടെ നാമത്തെ ഭയപ്പെടുന്നവർക്ക്. 4:2. ക്വസ്റ്റ്യൻ, ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് രോഗോപശാന്തിയോടുകൂടെ ഉദിക്കുന്നതാര്? ഉത്തരം, നീതിസൂര്യൻ. 4:2. ക്വസ്റ്റ്യൻ, ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചിരിക്കുന്നവർ ആരെപ്പോലെയാണ് തുള്ളിച്ചാടുന്നത്? ഉത്തരം, പശുക്കിടാക്കളെ പോലെ. 4:2. ക്വസ്റ്റ്യൻ, യഹോവയുടെ ദിവസത്തിൽ യഹോവ ഭക്തൻ്റെ കാൽക്കീഴിലെ വെണ്ണീർ ആരാണ്? ഉത്തരം, ദുഷ്ടന്മാർ. 4:3. ക്വസ്റ്റ്യൻ, ദൈവഭക്തന്മാർ ചവിട്ടിക്കളയുന്നതാരെയാണ്? ഉത്തരം, ദുഷ്ടന്മാരെ. 4:3. ക്വസ്റ്റ്യൻ, എവിടെ വെച്ചാണ് ദൈവം ഇസ്രായേലിന് പ്രമാണങ്ങൾ നൽകിയത്? ഉത്തരം, ഹോരേബ്. 4:4. ക്വസ്റ്റ്യൻ, യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിനു മുമ്പേ ദൈവം ആരെ അയക്കുമെന്നാണ് പറയുന്നത്? ഉത്തരം, ഏലിയ പ്രവാചകൻ. 4:5. ക്വസ്റ്റ്യൻ, യഹോവ ഭൂമിയെ എങ്ങനെ ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിനാണ് ഏലിയ പ്രവാചകനെ അയക്കുന്നത്? ഉത്തരം, സംഹാര ശപഥം കൊണ്ട്. 4:5-6 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ, ആരാണ് അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കുന്നത്? ഉത്തരം, ഏലിയ പ്രവാചകൻ. 4:5-6. ക്വസ്റ്റ്യൻ, പഴയ നിയമത്തിലെ അവസാന വാക്ക്? ഉത്തരം, നിരപ്പിക്കും. 4:16. ക്വസ്റ്റ്യൻ, മലാഖി പുസ്തകത്തിലെ അവസാന വാക്യം? ഉത്തരം, ഞാൻ വന്ന് ഭൂമിയെ സംഹാരശപഥം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. മലാഖി 4:6. ക്വസ്റ്റ്യൻ, ബൈബിളിൽ പഴയ നിയമത്തിൽ 4 അധ്യായങ്ങൾ വരുന്ന പുസ്തകങ്ങൾ എത്ര? ഏവ?
ഉത്തരം 3. രൂത്ത്, യോന, മലാഖി. ക്വസ്റ്റ്യൻ: മലാഖി പ്രവചനത്തിലെ ചെറിയ അധ്യായമേത്, എത്ര വാക്യങ്ങൾ? വലിയ അധ്യായമേത്, എത്ര വാക്യങ്ങൾ? ഉത്തരം: ചെറിയ അധ്യായം 4, 6 വാക്യങ്ങൾ. വലിയ അധ്യായം 3, 18 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: മലാഖി പ്രവചനം ബൈബിളിലെ എത്രാമത്തെ പുസ്തകം? എത്ര അധ്യായങ്ങളുണ്ട്, എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം: 39-ാമത്തെ പുസ്തകം. 4 അധ്യായങ്ങൾ, 55 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: മലാഖി എന്ന പേരിൻ്റെ അർത്ഥം? ഉത്തരം: യഹോവയുടെ ദൂതൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.